റയാൻ വരൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഹരിയാണ് ലച്ചുവിനെ വീട്ടിലേക്കാക്കിയത്. കയറുന്നില്ലേ? ലച്ചു കാറിൽ നിന്നിറങ്ങി ഹരിയെ നോക്കി ചോദിക്കുമ്പോൾ അവരെന്നാലോചിച്ചു. കയറാതെ പോയാൽ റയാൻഷിന്റെ വീട്ടുകാരെന്ത് കരുതുമെന്ന ചിന്തയിൽ അവൻ ഇറങ്ങി. തുറന്നു കിടക്കുന്ന ഹാളിലൂടെ ലച്ചു അകത്തേക്ക് കയറി. പിന്നാലെ ഹരിയും. ഹാളിൽ തന്നെ മുത്തശ്ശൻ ഇരിക്കുന്നുണ്ട്. ഹരി അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. കിച്ചു വന്നില്ലേ മോളെ? ഇല്ല മുത്തശ്ശ, കിച്ചുവിടം വരാൻ വൈകും, അതുകൊണ്ട് ഞാൻ ഏട്ടന്റെ കൂടെ വന്നു. ലച്ചു മുത്തശ്ശനെ നോക്കി പറഞ്ഞതും മുത്തശ്ശൻ ഹരിയെ നോക്കി. വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കണോ? അദ്ദേഹം ചിരിയോടെ പറഞ്ഞതും ഹരി സെറ്റിയിലേക്ക് ഇരുന്നു. ലച്ചു ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. മുത്തശ്ശന്റെ ചോദ്യത്തിന് ഹരി ചിരിയോടെ ഉത്തരം പറഞ്ഞു. ബിസിനസ് ഒക്കെ ഒറ്റയ്ക്കാണല്ലേ? നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടോ? ആ ചോദ്യത്തിൽ ഹരി പെട്ടെന്ന് വല്ലാതെയായി. അങ്ങനെ ഒരു ചോദ്യം അവനെ വേദനിപ്പിച്ച പോലെ. കുഴപ്പമൊന്നുമില്ല, ലച്ചു കൂടെ ഉള്ളതല്ലേ, കുറെയൊക്കെ അവള് നോക്കുന്നുണ്ട്. ഹരി പറയുമ്പോൾ അദ്ദേഹം അതിനൊന്ന് മൂളി. ഇനിയിപ്പോ എന്താ പ്ലാൻ? ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ? ആ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, ഒരു കൂട്ടൊക്കെ വേണ്ടേ? നോക്കി തുടങ്ങാം. ഹരി പറയുമ്പോൾ അദ്ദേഹം ചിരിച്ചു. അപ്പോഴേക്കും ലച്ചു കോഫിയും കൊണ്ട് വന്നിരുന്നു. ഏട്ടൻ കോഫി വിളിക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. കോഫി കയ്യിൽ കൊടുക്കുമ്പോൾ ലച്ചു പറഞ്ഞതും ഹരി അവളെ നോക്കി പേടിപ്പിച്ചു. ലച്ചു അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കുകയാണ്, രാത്രി ഭക്ഷണം കഴിപ്പിച്ച് വിടുന്ന തരത്തിൽ. എന്നാൽ അവനുണ്ടോ നിൽക്കുന്നു. ഏട്ടൻ കുടിക്ക്, ഞാൻ വേഗം വരാം. അതും പറഞ്ഞിട്ട് ലച്ചു വേഗം മുകളിലേക്ക് ഓടി. ഹരി പല്ല് കടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അല്ലെങ്കിൽ തന്നെ കാർന്നോടെ ചോദ്യം കേട്ട് മലങ്ങിയിരിക്കുകയാണ്. ആ ആരിത്? ഹരിയോ? മോളെയൊക്കെ വന്നതാണോ? സുഭദ്ര റൂമിൽ നിന്ന് വരുമ്പോൾ ഹരി ഹാളിൽ ചായ കുടിക്കുന്നതാണ് കണ്ടത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി, ലച്ചുവിനോട് പറഞ്ഞാൽ മതി. അയ്യോ, അതെന്തൊരു പോകാം. ലച്ചു വന്നിട്ട് പോകാം. മോൾ എങ്ങോട്ട് പോയതാ? കുളിക്കാൻ പോയതാ. അവളെ കാത്തു നിന്ന് നടക്കില്ല. ഞാൻ ഇറങ്ങട്ടെ ആന്റി, പറഞ്ഞാൽ മതി. ഹരി അതും പറഞ്ഞിട്ട് കയ്യിലുള്ള ഗ്ലാസ് ടേബിളിൽ വെച്ച് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റും. മോൻ പറഞ്ഞിട്ട് വായോ, മോളോട് പറയാതെ പോയാൽ അത് അവൾക്കൊരു സങ്കടമാകും. മുകളിലെ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ റൂമാണ്. സുഭദ്ര പറഞ്ഞതും ഹരി വേണോ വേണ്ടെന്ന ചിന്തയിൽ മുകളിലേക്ക് നടന്നു. ലച്ചു എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അവനെ പിടിച്ചു നിർത്തുമെന്ന് അവനറിയാം. പക്ഷെ പറയാതെ പോയാൽ അത് അവൾക്ക് സങ്കടമാകും. ഹരി സുഭദ്ര പറഞ്ഞ പോലെ രണ്ടാമത്തെ റൂമിന്റെ ഡോർ തുറന്നു. ആദ്യം നോട്ടം പോയത് ആ റൂമിന്റെ ചുമരിലേക്കാണ്. ലച്ചുവും റയാൻഷും കൂടെ ചേർന്ന് നിൽക്കുന്ന 1-2 ഫോട്ടോ ഫ്രെയിം. അവൻ അതിലേക്ക് നോക്കി ചിരിച്ചുണ്ടാകത്തേക്ക് കയറി. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ഞരക്കം കേട്ടതും അവന്റെ കണ്ണുകൾ സെറ്റിയിലേക്ക് നീണ്ടു. സെറ്റിയിൽ കിടക്കുന്ന റോഷ്നിയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അവളുടെ നോട്ടവും അവനിലാണ്. പക്ഷെ ഒന്നും മിണ്ടാതെ അവനെ നോക്കി കിടക്കുകയാണ്. നീ എന്താ ഇവിടെ? ഹരി റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഹരി മൊത്തത്തിൽ റോഷ്നിയെ ഒന്ന് നോക്കി. ഒരു ബ്ലാക്ക് ടീഷർട്ടും പിങ്ക് നിറത്തിലുള്ള ഷോർട്സുമാണ് വേഷം. കയ്യിലൊരു ഡയറി മിൽക്കുമുണ്ട്. ലച്ചുവിന് അത് വാങ്ങിക്കൊടുത്തത് ഹരിയാണ്. അവൾക്കല്ല അത് വാങ്ങിയതെന്ന് അവനറിയാം. ഇത് വാങ്ങിക്കാൻ വന്നതാണോ? കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ അതിന് സഹായിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. പീരിയഡ്സ് വയറുവേദന ആകുമ്പോൾ ചില പെൺകുട്ടികൾ ചോക്ലേറ്റ് കഴിക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് എവിടെയോ വായിച്ചത് അവൻ ഓർമ്മ വന്നു. തീരെ വയ്യല്ലോ. അവളെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഹരി പറഞ്ഞു. ഈ നേരം വരെ അവൾ കിടക്കുവായിരുന്നെന്ന് മനസ്സിലാവുന്ന തരത്തിലാണ് അവളുടെ മുഖം. വിങ്ങി വീർത്തിട്ടുണ്ട്. കണ്ണ് മിഴിയുന്നില്ല. ദാ ഇത് കഴിച്ചോ. പറയിലും പാക്കറ്റ് പൊട്ടിച്ചൊരു കഷ്ണം ചോക്ലേറ്റ് അവളെ വായിലേക്ക് കൊടുത്തു. റോഷ്നി ഹരിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അത് കഴിച്ചു. രാവിലെ വിളിച്ചപ്പോൾ ഇത്ര കുഴപ്പമില്ലായിരുന്നല്ലോ. എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണോ? ഡോക്ടറെ കാണിക്കില്ലേ? ലച്ചുവിനും വയ്യായൊക്കെ ഉണ്ടാകും, പക്ഷെ ഇതുപോലെ കടുപ്പുണ്ടാവില്ല. ചില മാസം എങ്ങനെയാണ് എനിക്ക് ഒന്ന് കിടക്കണം ഹരിക്കുട്ട. അടഞ്ഞു പോകുന്ന കണ്ണുകളുടെ റോഷ്നി പറഞ്ഞു. പറയാനൊന്നും വയ്യാത്ത പോലെ നുള്ളിപ്പിറക്കി വരണ്ട ചുണ്ടുകൾ കൊണ്ട് എന്തോ പറഞ്ഞ പോലെ, കണ്ണുക്ക് മുഴുവനായും തുറക്കാത്ത പോലെ, തുറക്കുമ്പോൾ അടഞ്ഞടഞ്ഞു പോകുന്ന പോലെ. അതിനെന്താടാ, വാ ഞാൻ കിടത്താം. റോഷ്നിയെ കയ്യിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തിയതും അവളൊരു വശത്തേക്ക് ചുരുണ്ടു കിടന്നു. കാൽമുട്ടും വയറിലേക്ക് ചുരുട്ടി വെച്ചുകൊണ്ട് ഒരു കിടപ്പ്. ആ കിടപ്പ് കണ്ടപ്പോൾ ഹരിക്ക് ഭാവം തോന്നി. എത്ര വേദന ഉണ്ടായിട്ടാവും അങ്ങനെ കിടക്കുന്നത്. കുഞ്ഞേ. അവളുടെ അടുത്തേക്ക് വീട്ടിലിരുന്ന ഹരി പതിയെ അവളെ മുടിയിൽ തഴുകിക്കൊണ്ട് വിളിച്ചു. ഒത്തിരി സ്നേഹത്തോടെ ആ പേരവളെ വിളിക്കുന്ന കേട്ട് അവൻ സ്വയം ചിരിച്ചിട്ടുണ്ട്. അവളെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ആ നേരം ആ കിടത്താൻ കണ്ടപ്പോൾ അവന്റെ നാവിൽ ആ പേരേ വന്നുള്ളൂ. അവന്റെ വിളിക്കൊരു ഞരങ്കൽ മാത്രമാണ് അവളുടെ അടുത്തുനിന്നും കിട്ടിയത്. കണ്ണുകൾ അടഞ്ഞു പോയിട്ടുണ്ട്. ഹരി ഇനി എന്തെന്നറിയാതെ അവളെ നോക്കിയിരുന്നു. ഏട്ടാ. പിന്നിൽ നിന്ന് ലച്ചുവിന്റെ ശബ്ദം കേട്ടതും ഹരി റോഷനിയുടെ മുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റി അവളെ നോക്കി. കയ്യിലുള്ള ടവൽ ഹാങ് ചെയ്തുകൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് വന്നു. ലച്ചു, ഇവൾക്ക് വയ്യ, തീരെ വയ്യ. കിടക്കുന്ന നോക്ക്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ വേദന മാറും, ഒരു ട്രിപ്പ് ഇട്ടാൽ ക്ഷീണവും മാറും. അത് പറയുമ്പോൾ ഹരിയുടെ കണ്ണുകൾ റോഷ്നിയിലേക്ക് നീണ്ടു. ഇതവൾക്ക് ചില മാസം ഇങ്ങനെ ഉണ്ടാവുന്നതാ. അതിനെ ഹോസ്പിറ്റലൊന്നും പോവണ്ട.
ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ അത് മാറും. ലച്ചു ഒരു നിസാരം പോലെ പറഞ്ഞു. പക്ഷെ ഹരിക്ക് ആകെ ഒരു വല്ലായ്മ. എന്നാലും കണ്ടിട്ട് സഹിക്കുന്നില്ല. ആകെ ഒരു അതൊക്കെ അവൾക്കുണ്ടാകുന്നത് ഏട്ടാ. അവൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഇതൊക്കെ മാറും. ഏട്ടൻ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാന്ന് പറയാൻ വന്നപ്പോഴാ ഇവളെ കണ്ടത്. ഇനി നിൽക്കുന്നില്ല, ഇറങ്ങട്ടെ. ഇങ്ങനെ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കിയാൽ ഇനി ഞാൻ വരില്ല കേട്ടോ ഇങ്ങോട്ട്. ഹരി ലച്ചുവിനോട് പറയുന്നതെങ്കിലും അവന്റെ നോട്ടം മുഴുവനും ബെഡിൽ വാടിത്തളർന്ന് കിടക്കുന്നവളിലേക്കാണ്. ലച്ചു പിന്നെ അവനെ നിർബന്ധിച്ചില്ല. അവൻ പോവട്ടെ എന്ന് കരുതി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ലച്ചുവിന്റെ കൂടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ഒരിക്കൽ കൂടെ ചോദിച്ചു. വേണ്ട ഏട്ടാ, ഉറങ്ങി എഴുന്നേറ്റിട്ടും വേദനയുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഏട്ടൻ ചെല്ല്. ലച്ചു പറയുമ്പോൾ ഹരി ഒരിക്കൽ കൂടെ റോഷ്നി നോക്കി അവൻ മുന്നോട്ട് നടന്നു. അപ്പോഴും അവർ പോയതൊന്നും അറിയാതെ റോഷ്നി നല്ലൊരു മയക്കത്തിലേക്ക് വീണിരുന്നു. റയൻ രാത്രിയിൽ മുറിയിലേക്ക് വരുമ്പോൾ റോഷ്നി ബെഡിൽ കിടക്കുന്നതാണ് അവൻ കണ്ടത്. അവൾ അടുത്തേക്ക് വന്ന് അവളുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ടു നോക്കി. കണ്ണുകൾ ടേബിളിലേക്ക് നീണ്ടപ്പോൾ ചോക്ലേറ്റും ഹോട്ട് ബാഗും ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ലച്ചു റൂമിലുമുണ്ട്. റോഷ്നി തട്ടി വിളിക്കുന്നുണ്ട്. ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ, അവൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കട്ടെ. ലച്ചു വിളിക്കുന്ന തടഞ്ഞുകൊണ്ട് റയാൻഷ് പറഞ്ഞു. ലച്ചു അവനെ നോക്കി. ഒരു ടവൽ കൊണ്ട് തലമുടി തുടച്ചുകൊണ്ടാണ് വരവ്. അങ്ങനെ പറഞ്ഞിട്ടാ ഇന്ന് രാവിലെ എന്തോ കഴിച്ചിട്ട് പിന്നെ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ലത്രേ. പട്ടിണി കിടത്താൻ പറ്റുമോ കുഞ്ഞേ? റയാൻഷിനോട് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും റോഷ്നി തട്ടി വിളിക്കാൻ തുടങ്ങി. റയാൻഷ് പിന്നെ റോഷ്നിയെ തടഞ്ഞില്ല. എന്തെങ്കിലും കഴിക്കണമെന്ന് അവനും ചിന്തിച്ചത് കൊണ്ടാവാം. അവൻ ഡ്രസ്സ് മാറ്റുമ്പോൾ ലച്ചു റോഷ്നിയെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. ഞാനെന്താ ഇവിടെ? കണ്ണ് തിരുമ്മി ചുറ്റും നോക്കിയ ശേഷം റോഷ്നി ലച്ചുവിനെ നോക്കി ചോദിച്ചു. അത് ശരി, അത് നോർമയില്ലേ? ഞാൻ വരുന്ന സമയമായിപ്പോ ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ നീ? ലച്ചു ചിരിയോടെ പറയുമ്പോൾ റോഷ്നി ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി കുറച്ചു നേരം ഇരുന്നു. എന്തെങ്കിലും പോയി കഴിക്കൂ കുഞ്ഞേ. കഴിക്കാതിരിക്കുന്നോണ്ടാ വേദന കുറയോ? പോയി കഴിച്ചിട്ട് കിടക്ക്. റയാൻഷ് പറഞ്ഞതും റോഷ്നി തല കുലുക്കി പെട്ടിൽ നിന്നിറങ്ങി ഡോറിന്റെ ഭാഗത്തേക്ക് നടന്നു. പിന്നെ എന്തോ ഓർത്തപോലെ തിരിഞ്ഞെന്ന് ലച്ചുവിനെ നോക്കി. അവൾ ബെഡ് തട്ടിക്കുഴഞ്ഞു വിരിക്കുകയാണ്. ഞാൻ ഹരിയേട്ടനെ കണ്ടതുപോലെ ഒരോർമ്മ. ചോദിക്കണോ വേണ്ടെന്ന് കരുതി ഒരു നിമിഷം നിന്നെങ്കിലും രണ്ടും കൽപ്പിച്ച് ചോദിച്ചു. ആ, ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഏട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കിടപ്പ് കണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞു നിന്നതാ. ഞാനതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ? എനിക്ക് ഇത്ര കുഴപ്പമുണ്ടാവാറില്ല. നിന്റെ കിടപ്പ് കണ്ടപ്പോ ഏട്ടനാകെ പേടിച്ചു. ലച്ചു ചിരിയോടെയാണ് പറയുന്നത്. റോഷ്നി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. കുഞ്ഞെന്ന് വിളിച്ച് മുടിയിൽ തലോടുന്നത് അവളുടെ കണ്ണിൽ തെളിഞ്ഞു. കയ്യിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തിയത് അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ നേരെ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി താഴേക്ക് പോയി. വയറുവേദന കുറവുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് ഉറങ്ങി എഴുന്നേറ്റാൽ ആ വേദന പൂർണ്ണമായും മാറും. ഹരി എപ്പോഴാ പോയത്? റോഷ്നി റൂമിൽ നിന്ന് പോയതും വാതിൽ അടച്ച് ലോക്കാക്കി റയൻ ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ലച്ചു അവന്റെ വരവ് കണ്ടുകൊണ്ട് പുരുകൻ ചുളിച്ചു. ഇനി നേരെ ഡിന്നർ കഴിക്കാൻ താഴേക്ക് പോകുന്ന സമയമാണ്. അതിനിടയിൽ ഡോർ ലോക്കാക്കിക്കൊണ്ടൊരു വരവ്. ഏട്ടൻ അപ്പൊ തന്നെ പോയി? പിടിച്ചു നിർത്താൻ ഞാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. രാത്രിയിലേക്കുള്ള ഫുഡ് കഴിച്ചിട്ട് പോകട്ടെ എന്ന് കരുതി ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കി, നിന്നില്ല, പോയി. അവസാനം പറഞ്ഞു വന്നപ്പോൾ അവൾക്ക് സങ്കടം വന്നതുപോലെ ശബ്ദം നടഞ്ഞു. അവരെന്തെങ്കിലും കഴിച്ചിടും, പട്ടിണി കിടക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ ആലോചിച്ച് വിഷമിക്കല്ലേ? ലച്ചുവിനെ പിന്നിലും പുണർത്തുകൊണ്ട് റയാഷ് പറയുമ്പോൾ ലച്ചു ഒന്ന് തേങ്ങി. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം കൂടിയതുപോലെ. ഐശി, ഇത്ര ദിവസമായിട്ടും നിന്റെ ഈ സങ്കടം മാറിയില്ലെങ്കിൽ അതെന്റെ കുറ്റമാണെന്ന് കേൾക്കുന്നവർ പറയൂ. റയൻഷ് ലച്ചുവിനെ അവന്റെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. റയൻഷ് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ ഭാര്യയെ കാണാത്തതല്ലേ? ആ സ്നേഹത്തിൽ ഒരു ഉമ്മയൊക്കെ തരാന്ന് കരുതി വന്നപ്പോ കരഞ്ഞ് നിലവിളിച്ചു നിൽക്കുന്നു. ആ മൂട് പോയില്ലേ? റയൻഷ് ലച്ചുവിന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പരിഭവത്തോടെ പറയുമ്പോൾ ലച്ചു ചുണ്ടിൽ വിരിഞ്ഞ ചെറുചീരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. റയൻഷ് ഒരു ചീരിയോടെ അവളെ മുഖത്തേക്ക് മുഖം താഴ്ത്തി. ലച്ചുവിനെ നെഞ്ചിൽ കൈവെച്ച് തടഞ്ഞു. റയൻഷ് കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി. ഫുഡ് കഴിച്ചു വന്നിട്ട് പറ്റില്ല. ലച്ചു പറഞ്ഞതിന് ആ പരിഭവത്തോടെ പറഞ്ഞ റയൻഷ് അവളെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്ത് നിർത്തി. ഇപ്പോഴാകുമ്പോ ഒരു ഉമ്മയിൽ നിർത്താം. ഫുഡ് കഴിച്ചു വന്നിട്ടാകുമ്പോ പറയാൻ വന്നത് പൂർത്തിയാകാതെ ലച്ചു റയൻഷിന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. ഇപ്പോ എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ഒരു നിമിഷം നിന്നെങ്കിൽ അടുത്ത നിമിഷം അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവളെ മൂർക്ക കെട്ടിപ്പിടിച്ചു. എന്നാ വേഗം വാ, നമുക്ക് നേരത്തെ കഴിച്ചിട്ട് നേരത്തെ റൂമിൽ വരാം, വാ. ലച്ചുവിനെ അവന്റെ നെഞ്ചിൽ വളർത്തി മാറ്റിക്കൊണ്ട് നേരെ നിർത്തി. റയൻഷ് പറയുമ്പോൾ ലച്ചു അവനെ തുറച്ചു നോക്കി. റയൻഷ് അവളുടെ കൈയും പിടിച്ചുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. അയ്യേ, അതൊന്നും വേണ്ട, അങ്ങനൊന്നും വേണ്ട, സാധാരണ പോലെ മതി. നേരത്തെ ഒന്നും കഴിക്കണ്ട. എന്നാ നീ വേണ്ട, ഞാൻ നേരത്തെ കഴിക്കട്ടെ. നിന്റെ കഴിപ്പ് കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ വർക്ക് ചെയ്ത് ഫുള്ളാക്കാം.
എന്നിട്ട് നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. റയാൻ അതും പറഞ്ഞൊരു ധൃതിയിൽ പുറത്തേക്ക് പോകുമ്പോൾ ലച്ചു അവൻ പോന്ന് നോക്കി ഒരു ചിരിയോടെ നിന്നു. അവളെ കവളുകൾ നാണം കൊണ്ട് ചുവന്നു കയറിയിരുന്നു. റോഷ്നി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വരുമ്പോൾ ബെഡിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. വാതിലടച്ച് ബെഡിലേക്ക് കിടന്നു. അപ്പോഴേക്കും ഫോൺ ഓഫായത്. ഹരിക്കുട്ടൻ എന്ന സ്ക്രീനിൽ കാണുന്ന പേരിലേക്ക് റോഷ്നി ചിരിയോടെ നോക്കി. ഇനി വിളിക്കുമെന്ന് കാത്തെങ്കിൽ വിളിക്കുന്നില്ലെന്ന് കണ്ട് അവൾ അങ്ങോട്ട് വിളിച്ചു. വീഡിയോ കോളാണ് വിളിച്ചത്. ഹലോ കുഞ്ഞി. കുഞ്ഞിയല്ലോ മിസ്റ്റർ, ഞാൻ റോഷ്നിയാണ്. ഒന്നിനെ മാത്രം പോന്ന പെണ്ണിനെ വിളിക്കാൻ പറ്റുന്ന പേരാണോ കുഞ്ഞി എന്നത്? തലയിണി എടുത്ത് വയറിന് അടിയിലേക്ക് വെച്ചുകൊണ്ട് ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. ഒപ്പം ഫോൺ ഹെഡ് റെസ്റ്റിലേക്ക് ചാരി വെച്ചു. അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അവൾക്കിപ്പോൾ കുഴപ്പമില്ലെന്ന് ഹരിക്ക് മനസ്സിലായി. ആ ചിരിക്കുന്ന അവനെ കളിയാക്കുന്ന മുഖം കണ്ടപ്പോൾ തന്നെ അവന്റെ മുഖം തെളിഞ്ഞു. ആ, ഒന്നിനെ മാത്രം പോന്ന പെണ്ണയൊക്കെ ആയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, ഹരി ചിരിയോടെ ചോദിച്ചു. രാത്രി അവന്റെ റൂമിലെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. ബീൻ ബാലയ്ക്ക് ഒന്നുകൂടെ ചാരിയിരുന്നു. അവന്റെ കുഞ്ഞിപ്പെണ്ണിനോട് സംസാരിക്കുമ്പോൾ മാത്രം അവൻ പോലും അറിയാതെ വിരിയുന്ന ചിരി അവന്റെ ചുണ്ടിലുണ്ട്. ഒന്നിനെ മാത്രം പോന്ന പെണ്ണായതുകൊണ്ടാണ് ചേട്ടാ ഞാനിപ്പോ ഈ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നത്. റോഷ്നി പറയുമ്പോൾ ഹരി ശബ്ദമുണ്ടാക്കി ചിരിച്ചു. ആ ശബ്ദം കേട്ട റോഷ്നിയുടെ ചുണ്ടിലും വിരിഞ്ഞു അതേപോലെ ഒരു ചിരി. അവന്റെ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് റോഷ്നി കിടന്നു. ഭേദായോ? ആ ചിരിക്ക് ശേഷം ഹരി സൗമ്യമായി ചോദിച്ചു. അതിലും പതിയെ റോഷ്നി ഒന്ന് മൂളി. അവനോട് സംസാരിക്കുമ്പോൾ വേദനയൊക്കെ കുറഞ്ഞ പോലെ, അവനോട് സംസാരിച്ച് കിടക്കാൻ തോന്നുന്നത് പോലെ. നിന്റെ കിടപ്പ് കണ്ടപ്പോൾ ഞാനാകെ പേടിച്ചു. മെഡിസിൻ ഒന്നും മെഡിക്കലേ, വേദന ഇങ്ങനെ സഹിച്ചു കിടക്കണോ ചെയ്യാ? പെയിൻ കില്ലർ കഴിക്കുന്നത് അത്ര നല്ലതല്ലോ, അതുകൊണ്ട് കഴിക്കാറില്ല. ഒരു ദിവസമല്ലേ സഹിച്ചു കിടക്കും. എല്ലാ മാസവും ഒന്നും ഉണ്ടാവില്ല, ചില മാസം മാത്രം. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എനിക്കാകെ സംശയമായി. സ്വപ്നത്തിൽ ഹരിക്കുട്ടനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഏട്ടത്തിയോട് ചോദിച്ചപ്പോ ഏട്ടനുണ്ടായിരുന്നു, കുറച്ചു മുൻപ് പോയെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലായി ഒന്നും സ്വപ്നമല്ലെന്ന്. റോഷ്നി പറയുമ്പോൾ ഹരി ഒന്ന് മൂടി. പെട്ടെന്ന് റൂമിന്റെ വാതിൽ തുറന്ന് സുഭദ്ര കയറി വന്നതും റോഷ്നിയുടെ നോട്ടം അങ്ങോട്ട് നീണ്ടു. എന്നാൽ സുഭദ്രയുടെ നോട്ടം ഫോണിൽ കാണുന്ന ഹരിയുടെ മുഖത്തായിരുന്നു. സുഭദ്ര ഫോൺ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഹരി ആരോ റൂമിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. ഹരിമോനായിരുന്നോ? ഞാൻ ആരാണാവോ എന്ന് കരുതി. സുഭദ്രയുടെ ശബ്ദം ഹരി കേട്ടു. ഒപ്പം സ്ക്രീനിൽ അവരെ കാണുകയും കൂടെ ചെയ്തു. ഹരിമോനോ? അതേത് മോൻ? ചോദിച്ചുകൊണ്ട് റോഷ്നി ചിരിച്ചു. ഹരി റോഷ്നി എന്ന് നോക്ക് മാത്രം ചെയ്തു. സുഭദ്ര ഇല്ലെങ്കിൽ ആ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി കൊടുക്കാമായിരുന്നു. സുഭദ്രയൊന്നും പറയാതെ ഹരിയും റോഷ്നിയും നോക്കി നിൽക്കുകയാണ്. അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. എന്നാ ശരി, കുറച്ച് വർക്കുണ്ട്, നിന്റെ വൈകം മാറിയെന്നറിയാൻ വിളിച്ചതാ. അവസാനം പറഞ്ഞത് സുഭദ്ര കേൾക്കാൻ വേണ്ടിയെന്ന് റോഷ്നിക്ക് മനസ്സിലായി. അവൾ അതിന് തലയാട്ടി. സുഭദ്ര അവിടെ വാക്കുകൾ കേട്ട് നിൽക്കുകയാണ്. ശരി ആന്റി. ഹരി സുഭദ്രയോടും പറഞ്ഞിട്ട് ഫോൺ ഓഫാക്കി. ബെഡിൽ ഇളിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടക്കുന്നവൾക്ക് വേറെ ചിന്തയൊന്നുമില്ലെങ്കിലും അവൻ ഇത്തിരി കടന്ന് ചിന്തിച്ചിരുന്നു. അതാണ് ഫോൺ വേഗം ഓഫാക്കിയത്. സുഭദ്ര ഇനി വേറെ ഒരു കണ്ണിൽ അവരുടെ ബന്ധത്തെ കാണണ്ടെന്ന് അവൻ കരുതി കാണും. ഫോൺ ഓഫായതും റോഷ്നി കൈ നീട്ടി ഫോൺ കയ്യിലേക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ കാൽമുട്ടിൽ താഴെ നല്ലൊരു അടി കിട്ടി. റോഷ്നി ഫോൺ എടുക്കാൻ നീട്ടി കൈ കൊണ്ട് അവിടെ തഴുകി. ഒപ്പം സുഭദ്രയെ തുറച്ചു നോക്കി. എന്തോന്നാടി കോറിയത്? ഇങ്ങനെയാണോ ഒരു അന്യ പുരുഷന്റെ മുന്നിൽ കിടക്ക? സുഭദ്ര റോഷ്നി അടിമുടി നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. റോഷ്നി കമിഴ്ന്ന് കിടന്നെടുത്ത് എഴുന്നേറ്റ് ചുറ്റും നോക്കി. അന്യപുരുഷനോ? എവിടെ? അവൾ ആ ചോദ്യം കേട്ടപ്പോൾ വീണ്ടും ഒന്ന് കിട്ടി. എന്ന് പറയുന്നതിനൊപ്പം കാല് രണ്ടും അവൾ മുകളിലേക്ക് വലിച്ചു. പിന്നെ നിന്നിപ്പോ വിളിച്ചത് അന്യപുരുഷനല്ലേ? കയ്യിലുള്ള കുട്ടിക്കുപ്പായവും കുഞ്ഞു നിക്കറും ഇട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? അതിനത് വേറെ ആരും അല്ലല്ലോ അമ്മേ, നമ്മുടെ ഹരിയല്ലേ. നമ്മുടെ ഹരിയോ? അല്ല, എന്റെ ഹരി. നിന്റെ ഹരിയോ? ചോദിക്കുമ്പോൾ സുഭദ്രയുടെ കണ്ണുകൾ ഉരുണ്ടു. റോഷ്നി നെറ്റിയിൽ കൈ അടിച്ചു. ഓ, ഈ അമ്മയ്ക്കിത് എന്താ? ഞാൻ അവിടെ ആകുമ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹരിയുടെ മുന്നിൽ നിന്ന് കിടന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു നോട്ടം കൊണ്ട് പോലും ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ? റോഷ്നി പറയുമ്പോൾ സുഭദ്ര ഒന്നും മിണ്ടാതെ അവളെ തുറച്ചു നോക്കി. എന്തൊക്കെയായാലും നീ ഒരു പെണ്ണും അവനൊരാണുമാണ്. നിനക്ക് അവൻ സഹോദരനാണെങ്കിലും സ്വന്തം സഹോദരനല്ലല്ലോ. നിന്റെ ഏട്ടന്റെ ഭാര്യയുടെ ഏട്ടനല്ലേ? സഹോദരനായി നീ കണ്ടതുകൊണ്ട് സഹോദരനാവില്ല. അതിനാര് സഹോദരനായി കാണുന്നു? അമ്മയൊന്ന് പോയി. രാത്രി ഒരു പിച്ചും പേയും പറയാൻ വന്നിരിക്കാം. എനിക്ക് ഉറങ്ങണം. അതും പറഞ്ഞിട്ട് റോഷ്നി ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. സുഭദ്ര കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. പിന്നെ അവളെ തലഭാഗത്ത് വന്നിരുന്ന പതിയെ തലമുടിയിൽ തലോടി. നിങ്ങൾ തമ്മിൽ ഇനി ഇഷ്ടത്തിലോ മറ്റോ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തുറച്ചൊരു നോട്ടം കിട്ടി. ആ നോട്ടത്തിൽ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ സുഭദ്ര ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റു. അമ്മ ചോദിച്ചിന് ഉത്തരം അറിഞ്ഞിട്ട് പോ. ഞങ്ങൾ തമ്മിൽ ഇതുവരെ അങ്ങനെ ഒന്നുമില്ല. റോഷ്നി പറയുമ്പോൾ സുഭദ്ര അവളെ സംശയത്തോടെ നോക്കി. ഇതുവരെ അങ്ങനെയില്ല.
അപ്പോ ഇനി ആവാം ആവാതെ ഇരിക്കാം. അമ്മ കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ പോയി കിടന്നുറങ്ങിക്കോ. ഓ, എനിക്കെന്ത് ടെൻഷൻ? ഇനി നീയും അവനും പ്രേമത്തിലാണെന്ന് പറഞ്ഞാലായിരുന്നു എനിക്ക് ടെൻഷൻ. അത് നിന്നെ ഓർത്തല, ആ പാവൻ ചെറുക്കനെ ഓർത്ത. ഒറ്റയ്ക്കൊരു വീടായിട്ട് ഇരിക്കുന്നവരാ. നിന്നൊക്കെ കെട്ടിക്കൊണ്ടു പോയാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടി മരിക്കില്ല. നിന്നെക്കാൾ നല്ലൊരു കുട്ടിയെ ആ ചെറുക്കൻ അർഹിക്കുന്നുണ്ട്. സുഭദ്ര കളിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ റോഷ്നി ആ വാക്കുകൾ ഹൃദയത്തിൽ തറഞ്ഞതുപോലെ ബെഡിലേക്ക് മുഖം പൊഴുത്തി കിടന്നു.